കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവിടെയെങ്ങും ആരുമില്ലേ? കഥ കടഞ്ഞു കിടക്കുന്നു. അമ്മ ചിലപ്പോ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും. വെൽക്കം ശ്രീലക്ഷ്മി മാം. വെൽക്കം രേഖ മാം. എനിക്കറിയാം രണ്ടുപേർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന്. വേറൊന്നുമല്ല, ഗർഭിണികളായ തങ്ങളുടെ ഭാര്യമാർക്ക് രവി സാറും രഘു സാറും കൊടുക്കുന്ന ഒരു കുഞ്ഞു സർപ്രൈസ്, അത്രേ ഉള്ളൂ. വരൂ. എന്താ സംഭവം എന്ന് രണ്ടുപേർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ സാന്ദ്ര തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ഈ പ്രോഗ്രാമിന്റെ ആങ്കർ സാന്ദ്ര തന്നെയല്ലേ? നമസ്കാരം. ഈ കാണുന്നതിന്റെ എല്ലാം അപ്പുറത്തേക്ക് ഞാനായിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമേ ഇല്ല. എ ബേബി ഷവർ. പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. രവി സാറിന്റെയും ശ്രീലക്ഷ്മി മാഡത്തിന്റെയും സന്തോഷത്തില് പങ്കുചേരുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം രേഖ മാഡത്തിന്റെ രഘു സാറിന്റെ സന്തോഷത്തിന്റെ ഭാഗമാകാനാണ്. എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് രേഖ മാഡമാണ്. കാരണം ശ്രീലക്ഷ്മി മാഡത്തിന്റെ വിശേഷം അറിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം ഇരട്ടി സന്തോഷമായി മാറിയത് രേഖ മാഡവും പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴാ. ഈശ്വര നിശ്ചയം ഈശ്വരാധീനം എന്നൊക്കെ നമ്മൾ ഇതിനെ പറയുമെങ്കിലും ശ്രീലക്ഷ്മി മാഡത്തിന് തൊട്ടു പിന്നാലെ രേഖ മാഡവും പ്രഗ്നന്റ് ആയതിനെ അത്ഭുതമെന്നേ വിശേഷിപ്പിക്കാൻ പറ്റൂ. എനിവേ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസവും ഈ വീട്ടിൽ ഉത്സവമായിരിക്കും. അതിനു മുന്നോടിയായുള്ള ഒരു ഫ്ലാഗ് ഓഫ് മാത്രമാണിത്. വരാൻ പോകുന്ന വലിയ വിശേഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും തുടക്കമായി ഒരു കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ആരംഭിക്കാം. അതിനായി ശ്രീലക്ഷ്മി മാഡത്തെയും രേഖ മാഡത്തെയും ക്ഷണിക്കുന്നു.
താങ്ക് യു. അമ്മേ. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്ത അമ്മ ഞാനായിരിക്കും. എന്റെ 4 മക്കളുടെയും ഈ സന്തോഷം എനിക്ക് എന്നും കാണണം. ആ സാന്ദ്രമോള് പറഞ്ഞതുപോലെ ശ്രീലക്ഷ്മിയുടെ വിശേഷത്തോടൊപ്പം രേഖമോളുടെ വിശേഷം കൂടി ചേർന്നപ്പോ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ വലിയ സന്തോഷത്തിന്റെ ഭാഗമായി ഈ നാട്ടിലെ നിർധരരായ 100ഓളം ഗർഭിണികൾക്ക് അവരുടെ എല്ലാ ചെലവുകളും ഏറ്റെടുത്ത് നടത്താനും വർമ്മൻ കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ്. അത് നന്നായി മോനെ. ആ 100 കുടുംബങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി നിങ്ങൾക്ക് അങ്ങോട്ടുള്ള സന്തോഷകരമായ ജീവിതത്തിന്. സത്യം പറഞ്ഞ ഇതിന്റെ പിന്നിൽ ഞാനല്ല. ഈ ഒരു കാര്യത്തിന് മുൻകൈ എടുത്തത് രഘുവാണ്. അനിയത്തിക്കുട്ടി പ്രഗ്നന്റ് ആണെന്ന് വിളിച്ചു പറഞ്ഞപ്പോ തന്നെ രഘുവിന്റെ സന്തോഷം ഞാൻ നേരിട്ട് കണ്ടത്. അതിന്ന് ഇതെല്ലാം ഉണ്ടായത്. മോളെ, ഏയ് അനിയത്തിക്കുട്ടി. രേഖ, മോൾക്ക് നല്ല സുഖമില്ല. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ടാ വന്നത്. അതാ അവള് കയറിപ്പോയത്. ഞാനും കൂടി അങ്ങോട്ട് ചെല്ലട്ടെ. ഇതെന്താ കാടും പടപ്പൊക്കെ ആയിട്ട്? സരോജം, കറി വെക്കാൻ ഒന്നുമില്ലെന്ന് കരുതി നീ ഇതൊക്കെ വെട്ടിയരിഞ്ഞാണോ കറി വെക്കാൻ പോകുന്നത്? ഒന്ന് പോ മനുഷ്യ. ഇതൊക്കെ ഔഷധങ്ങളാ, ആയുർവേദ ഔഷധങ്ങള്. നീ എന്താ അങ്ങാടിക്കട തുടങ്ങാൻ വേണോ? ഇപ്പൊ നിനക്ക് എന്തിനാ ഈ ആയുർവേദം? എനിക്കല്ല, നമ്മുടെ മോക്ക. ഓ, 6 മാസം കൊണ്ട് 6 ഇനം പച്ചമരുന്ന് കൊണ്ടുള്ള ഔഷധം കഴിക്കണമെന്നാ. ഈ സമയത്തെ തുടക്കത്തിൽ ഇങ്ങനെയുള്ള ലേഹ്യങ്ങളൊക്കെ വളരെ നല്ലതാ. പ്രത്യേക ശ്രദ്ധയോടെ വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ. അതാ ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് കരുതിയത്. 1-ാം മാസം കുറുന്തോട്ടിയുടെ വേര്, 2-ാം മാസം തിരുതാളി, 3-ാം മാസം പുത്തുരിച്ചുണ്ടയും കണ്ടകാരിച്ചുണ്ടയും ചേർത്തുള്ള മരുന്ന്, 4-ാം മാസം ഒടുത്തൂവ, 5-ാം മാസം ചെറുകുള, 6-ാം മാസം ഓരില. അതാ അതിന്റെ ഒരു കണക്ക്. അപ്പൊ ബാക്കിയുള്ള 3-4 മാസം മോള് പട്ടിണി കിടക്കണമെന്നായിരിക്കും. ദേ നിങ്ങൾ എന്നെ കളയൊക്കെ കൊണ്ട് നിൽക്കാതെ എന്നെ ഒന്ന് സഹായിച്ചേ. നിങ്ങൾ ഇവിടെ ഇരുന്നാ നെല്ലിക്കൊന്ന് അരിഞ്ഞേ. സുഖപ്രസവത്തിനെ ഇംഗ്ലീഷ് ഗുളികയും മരുന്നും മാത്രം കഴിച്ചാ പോരാ, നാട്ടുവൈദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതും കഴിക്കണം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ
ഞാൻ ശ്രീയെ ഗർഭിണിയായിരുന്ന സമയത്ത് ഇതൊക്കെ കഴിച്ചത്. പിന്നെ മറക്കാൻ പറ്റുമോ? നിന്റെ അമ്മ ഓരിലയ്ക്ക് വേണ്ടി എന്നെ ഈ നാട് മുഴുവനിട്ട് ഓടിച്ചത്. അന്ന് ഓരിലയ്ക്ക് വേണ്ടി ഓടിയ ഓട്ടം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. കുറച്ച് ഓടിയാലെന്താ? കൃത്യസമയത്ത് പൊന്നു പോലൊരു മോളെ പെറ്റ് ഞാൻ കയ്യിലോട്ട് തന്നില്ലേ മനുഷ്യ. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നിന്റെ കാര്യത്തിൽ എനിക്ക് ബഹുമാനമുള്ളത്. ആ അതുപോലെ നമ്മുടെ മോളും പ്രശ്നമൊന്നുമില്ലാതെ സുഖമായ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണം. അതിനാ ഇതെല്ലാം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് സരോജ, കുറേ വർഷങ്ങളുടെ വ്യത്യാസം. നീ പറയുന്നതൊക്കെ 21 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. നീ പ്രസവിച്ചതും നിന്നെ പ്രസവിച്ചതുമായ കാലത്തെല്ലാം നമ്മൾ ഇപ്പോ ജീവിക്കുന്നത്. ഞാൻ ആലോചിക്കുന്ന അതല്ല, ഈ മരുന്നൊക്കെ കൊണ്ട് വർമ്മൻ വില്ലയിലേക്ക് ചെല്ലുന്ന കാര്യം. ഈ ഒരൊറ്റ കാരണം മതി രവിസാറും നമ്മുടെ മോളും തമ്മിൽ പിണങ്ങാൻ. പിണങ്ങാനോ? അതെന്തിനാ? ഈ കാലത്തും സ്വന്തം ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും ബോധം വന്നില്ലല്ലോ. വലിയ ഡോക്ടറൊക്കെ കുറിച്ചു കൊടുത്ത മരുന്നിനിടയിലാണ് ഡോക്ടർ KP സരോജത്തിന്റെ ഔഷധക്കൂട്ട്. നീ വേറെ വല്ല പണി നോക്കണ്ട സരോജം. നിങ്ങളെ വലിയ മിടുക്കനൊന്നും ആവണ്ട. മരുന്ന് ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും, എന്റെ മോൾക്കും രേഖ മാഡത്തിനും ഞാൻ കൊടുക്കുകയും ചെയ്യും. ഓഹോ, രേഖ മാഡത്തിനുണ്ടോ? അപ്പൊ പിന്നെ ഇതുകൊണ്ട് ചെന്നാ ആട്ടിയിറക്കുന്നുള്ള കാര്യം ഉറപ്പാ. നീ നെല്ലിക്ക എടുത്ത് അച്ചാറിടാൻ നോക്ക് സരോജം. അപ്പോഴേക്കും ദേഷ്യായോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നീ മരുന്നൊക്കെ ഉണ്ടാക്കും, നമുക്ക് മോക്കൊണ്ടേ കൊടുക്കാം. വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. ഞാൻ സഹായിക്കാന്നേ. ഓ, അതിന്റെ ആവശ്യമില്ല. ശ്രീലക്ഷ്മി അമ്മ ഏതോ സ്വപ്നലോകത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന എല്ലാ സ്ത്രീകളും ആ കുഞ്ഞിനെ കുറിച്ച് സങ്കല്പങ്ങൾ നെയ്തുകൂട്ടാറുണ്ട്. അപ്പോ പുരുഷന്മാർക്ക് അങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും ഇല്ലെന്നാണോ? എന്നല്ല, പക്ഷേ സ്ത്രീകൾ ആലോചിക്കുന്നതായിരിക്കും കൂടുതൽ ആകാംക്ഷ. കുഞ്ഞിന് പാലൂട്ടുന്നതും കുഞ്ഞ് പിച്ച വെച്ച് നടക്കുന്നതും അമ്മയെന്ന് വിളിച്ച് ചിരിച്ചുകൊണ്ട് ഓടി വരുന്നതും അങ്ങനെ 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 ഒരുപാട് സങ്കല്പങ്ങൾ. ഇക്കാലത്ത് അമ്മയെന്ന് വിളിക്കുന്നത് ചുരുക്കമല്ലേ? മമ്മിയല്ല ഫാഷൻ. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് മമ്മി ഡാഡി ഒന്നും വേണ്ട. അച്ഛൻ അമ്മ അത് മതി. അതെന്താ? കുഞ്ഞു കുറച്ച് മോഡേൺ ആവുന്നത് സാറിന് ഇഷ്ടല്ലേ? മമ്മീനും ഡാഡിന്ന് വിളിച്ചെന്താ കുഴപ്പം? അതെ, ഈ മമ്മി എന്ന് പറയുന്നത് ശവകുടീരത്തിന്, അമ്മ ശവോ. ഡ എന്ന് പറയുന്നത് ആൺകുട്ടിയെയും ഡി എന്ന് പറയുന്നത് പെൺകുട്ടിയാണ്. അപ്പോ ഇത് രണ്ടും ചേർത്ത് ഡാഡി എന്ന് പറഞ്ഞാൽ അച്ഛന്മാർ ആണും പെണ്ണും കെട്ടവരായെന്നല്ലേ? എന്റെ പൊന്നോ, നമിച്ചു ഞാൻ. എന്നാലും കാലത്തിനനുസരിച്ച് കോലം കെട്ടണമെന്നല്ലേ? അത് ശരിയാന്ന് സാറിന് തോന്നുന്നുണ്ടോ? ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കേണ്ടത് അമ്മയാകാൻ പോകുന്ന താൻ തന്നെയാണ്. ഗർഭവതിയായ ഒരു അമ്മയുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും എന്തിനാ ഒരു പുഞ്ചിരി പോലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജീവിതത്തെ സ്വാധീനിക്കും. നമ്മുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്ന രീതിയിലാകണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം.
അപ്പോ എല്ലാം ശുഭവും. ആ അത് പോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ് പാർട്ടി? ഇതിനാണല്ലോ എന്നെ അവിടെ നിർത്തിയിട്ട് അത്യാവശ്യം എന്ന് പറഞ്ഞു മുങ്ങിയത്. എപ്പോഴത്തെയും പോലെ ശരിക്കും സാർ ഞെട്ടിച്ചു കളഞ്ഞു. എന്നെ മാത്രല്ല, രേഖ മാഡത്തിനെ. എനിവേ താങ്ക് യു സർ. ഓ സത്യം പറഞ്ഞ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സാലറിക്ക്. ഞാൻ ഒരു പ്ലാൻ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. ഓർഗനൈസ് ചെയ്ത മുഴുവൻ സാലറി. ആ ഒരു മിനിറ്റ്. ഇഷ്ടായോ? അത് അറിഞ്ഞാ മതി. ആ എന്നിട്ട് എന്ത് പറഞ്ഞു തന്റെ അച്ഛനും അമ്മയും? എന്ത് പറയാനാ, പറഞ്ഞതൊക്കെ സാറും കേട്ടതല്ലേ. അതിനെക്കുറിച്ച് ഞാനും ആലോചിച്ചു. ഇപ്പൊ അവർക്ക് ആവശ്യം പണമാണ്. നമുക്ക് അവർക്ക് കുറച്ച് കാശ് കൊടുത്താലോ? എന്താ തന്റെ അഭിപ്രായം? എനിക്കതിനെ കുറിച്ച് നല്ല അഭിപ്രായമേ ഉള്ളൂ. പക്ഷെ അവരത് സ്വീകരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. അച്ഛന്റെ സ്വഭാവം സാറിന് അറിയാലോ. അന്യരാരും സഹായിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല, പ്രത്യേകിച്ചും സഹതാപത്തിന്റെ പേരില്. അന്യ അപ്പോ ഞാനും ആ കൂട്ടത്തിലാണ് അല്ലേ? ഒരു മരുമകന്റെ അല്ല, മകന്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നിട്ടും അവരൊരു നിശ്ചിത അകലത്തിൽ എന്നെ നിർത്തുന്നുള്ളൂ, കാണുന്നുള്ളൂ. അയ്യോ സർ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അന്യരെന്ന് ഉദ്ദേശിച്ചത് എന്നെയും ചേർത്താ. ഞാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞാലും അച്ഛൻ വാങ്ങില്ല. അവരങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോ ഒരു വിഷമം. ആ പഴയ രവി ഓർമ്മ വന്നു. വിഷമം എനിക്കുണ്ട് സർ. പക്ഷേ ഈ പക്ഷയ്ക്ക് ഒരു ഉത്തരം. അത് കണ്ടെത്തിയാൽ പ്രശ്നം തീരും. അറിഞ്ഞു ചെയ്യേണ്ടത് ചെയ്താലേ നമ്മുടെ കർമ്മങ്ങൾക്കൊരു പൂർണ്ണത വരും. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി അതോർത്ത് താൻ വിഷമിക്കണ്ട. താൻ വിഷമിച്ചാൽ നമ്മുടെ കുഞ്ഞു വിഷമിക്കും. അത് പാടില്ല. നമ്മുടെ കുഞ്ഞിന് ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാകാൻ നമ്മൾ കാരണക്കാരാകും. എന്നും എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ വേണം എനിക്ക് തന്നെ കാണാൻ.